എന്താ ചേച്ചമ്മ പൈസ ഒന്നും നോക്കാണ്ട് ഞങ്ങൾക്ക് ഓണക്കോടി വാങ്ങിച്ചെന്നേ? നമ്മുടെ അധ്വാനത്തെ ആവശ്യമില്ല, അച്ഛമ്മ കിടത്തങ്ങ് വീശിയാ പോരെ. ഓ എന്തൊക്കെയായാലും അച്ഛമ്മക്ക് വാങ്ങിച്ചു തരാനുള്ള മനസ്സുണ്ടായല്ലോ അത് മതി. ഓ നിങ്ങൾ എന്നെ അങ്ങനെ സൂപ്പിക്കൊന്നും വേണ്ട. നിങ്ങൾ അധ്വാനിച്ചതിന്റെ പ്രതിഫലമാണ് ഈ കാണുന്നതൊക്കെ. അമ്മ ഇതും പറഞ്ഞ അമ്മ സൂചിപ്പിക്കണ്ട ഞങ്ങളെ. ഞങ്ങൾക്ക് ഇനിയും സാധനങ്ങൾ വാങ്ങിച്ചു തരണം. അമ്മേ. അടി അമ്മ അമ്മ അല്ല ഇതെന്നാ ഒത്തിരി പർച്ചേസ് ചെയ്ത പോലെ ഉണ്ടല്ലോ. അമ്മ എന്തോരം കളക്ഷൻസ് ഉണ്ടായിരുന്നെന്ന് അറിയായിരുന്നോ? എടി സരിതേ, ആ പുഷ്പയുടെ ഓണക്കൂടി അങ്ങോട്ട് എടുത്തു കൊടുത്തേടി. ചേച്ചി അടിപൊളി. എങ്ങനെയുണ്ട്? നല്ല കളറല്ലേ? അമ്മയുടെ സെലക്ഷനാ. അല്ലെങ്കിൽ അമ്മക്ക് നന്നായി സെലക്ട് ചെയ്യാതെ അറിയാലോ അമ്മേ. നീ ഉടുത്താൽ ഇത് നല്ല ഭംഗിയായിരിക്കും. മരുമോൾക്ക് അമ്മായിമ്മയുടെ ഓണക്കോടി. അടിപൊളിയല്ലേ അമ്മ? പിന്നെ നല്ല സൂപ്പർ അടി. ഓണക്കോടി വീട്ടിലുള്ള ഒരാൾ എല്ലാരെയും വിട്ടു പിരിഞ്ഞ് മരുഭൂമിയിലോട്ട് കയറാൻ നിൽക്കുമ്പോ ഇവിടെ ഓരോരുത്തർക്ക് ഓണാഘോഷം അല്ലേ? അതല്ലേ അച്ഛൻ അടിപൊളിയാക്കുന്നത്. അച്ഛനും കയറി പോകാൻ പോലും. അപ്പൊ ഈ ഓണം നമുക്ക് പൊളിക്കണ്ടേ അല്ലേ? നിങ്ങളെല്ലാരും കൂടെ അങ്ങോട്ട് ആഘോഷിച്ചാൽ മതി കേട്ടോ, ഓണാഘോഷം. അയ്യോ പാവ അച്ഛൻ ഗൾഫിൽ പോകുന്നതിന്റെ സങ്കടാണോണം. ഓ ഇവിടെ നമ്മുടെ സങ്കടത്തിനൊക്കെ എന്താ വിലയാ, അതൊന്നും കാണാൻ ആരും ഇല്ലല്ലോ. എടാ മോനെ, നിന്റെ സങ്കടം കാണാൻ നിന്റെ അമ്മയുണ്ടടാ. എടി സരിതേ, നീ അവനാ സർപ്രൈസ് എടുത്തു കൊടുത്തടി. എന്തുവാ സർപ്രൈസ്? മറ്റേ സൂപ്പർ മാർക്കറ്റ് മേടിക്കാനുള്ള 30 ലക്ഷം രൂപയുടെ ചെക്കാണ്. അല്ലേട്ടാ ചേട്ടനുള്ള ഓണക്കോടിയാ. ചേട്ടനുള്ള ഓണക്കോടി? ഓണക്കോടി കൊണ്ടുപോടി. എനിക്ക് വേണ്ട ഓണക്കോടി. എടാ വാങ്ങടാ ഇത്. എനിക്ക് വേണ്ട മക്കളെ, നീ ഇത് വാങ്ങടാ. എനിക്ക് വേണ്ട. എടാ നിനക്ക് ഞാൻ വേറൊരു സർപ്രൈസ് കണ്ടുവച്ചിട്ടുണ്ട്. വേറൊരു സർപ്രൈസ്? മക്കളെ ഗൾഫിൽ പോകുമ്പോഴേ അടുക്കി പെറുക്കി സാധനങ്ങളൊക്കെ കൊണ്ടുപോകാൻ ഒരു വീലുള്ള പെട്ടി അമ്മ കണ്ടുവച്ചിട്ടുണ്ട്. വീലുള്ള പെട്ടിക്ക് തമ്മ കയറി ഉരുട്ട് കളിച്ചാൽ മതി. മനുഷ്യനാണെങ്കിൽ നിങ്ങളൊക്കെ പിരിഞ്ഞു പോകാനുള്ള വിഷമത്തിൽ നിൽക്കുന്നു. നിങ്ങൾക്ക് ഓണാഘോഷം, ഓണക്കൊടിയും ഓണപ്പെട്ടിയും വീലും. ഒരിത്തിരി സ്നേഹമാണല്ലോ, ഇത്തിരി സ്നേഹം. നല്ലത് ഗൾഫിൽ പോകുന്നത് തന്നെയാ. നിങ്ങൾക്ക് ഇടയ്ക്ക് കിടക്കുന്നതിന് നല്ലതാ ആട്ടുകുഞ്ഞുങ്ങളെ നോക്കി അവിടെ അങ്ങനെ കിടക്കുന്നത്. ഇതേ സ്നേഹമെങ്കിലും ഉണ്ടാവും. ഇച്ചിരി കാടിവെള്ളം കലക്കി കൊടുത്തിട്ടല്ലേ അതിന്റെ നന്ദിയെങ്കിലും ഉണ്ടാവും. ഇത് അതുപോലും ഇല്ലല്ലോ ഓർണത്തിൽ. നിർത്തടാ നിന്റെ അഭിനയം. അഭിനയം? എന്താ അഭിനയം? അമ്മയുടെ കയ്യിൽ നിന്ന് പൈസ അടിച്ചു മാറ്റാൻ നിങ്ങളും വേണുകുട്ടനെ നടത്തിയ നാടകമെന്ന് ഇവിടെ എല്ലാവർക്കും മനസ്സിലായി. മനസ്സിലായെന്നാ? നിനക്ക് വേണേ വിസ ടിക്കറ്റ് കാണിച്ചു തരാടി. എന്നാ വിസ കാണിക്കും. ടിക്കറ്റ് എടുക്കുന്ന ആളുടെ കയ്യിൽ കൊടുത്തിരിക്കുക. അത് കിട്ടിക്കഴിയുമ്പോൾ ഞാൻ കാണിച്ചു തരാം. എന്റെ പൊന്നച്ച ഉരുണ്ട് കളിച്ച് മതി. ഉള്ള സത്യം തുറന്നു പറഞ്ഞു. ഉള്ളിലുള്ള സത്യം പുറത്തെടുക്കുന്നതായിരിക്കും നല്ലത്. ഓണൊക്കെ അല്ലേ അച്ഛാ, മനസ്സിൽ കള്ളം വെച്ചിട്ട് സദ്യ ഉണ്ടാലേ ദഹിക്കൂല. നിങ്ങക്ക് ഇതെപ്പോ മനസ്സിലായി? വേണുക്കുട്ടലെല്ലാം പറഞ്ഞു ചേട്ടാ. ആടിനെ മേജ് അടക്കാൻ പറ്റിയ പ്രായം അല്ലേ?